ഹായ്, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അവക്കാഡോ ടോസ്റ്റ്. അപ്പോൾ അവക്കാഡോ ടോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അവക്കാഡോ ടോസ്റ്റ് റെസിപ്പി. അത് മാത്രമല്ല, അവക്കാഡോസ് ഒത്തിരി ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. സോ അതുകൊണ്ട് അത് ഭയങ്കര എന്താ പറയുക ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഹാൻഡ് ഫുഡായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കിഡ്സ് ടിഫിൻ ബോക്സിൽ നമുക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് റെസിപ്പിയാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഫോർ കിഡ്സ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉണ്ട് അവക്കാഡോ ടോസ്റ്റിൻ്റെ പ്രത്യേകതകൾ. ഒട്ടും താമസിക്കേണ്ട, നമുക്കിന്ന് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 അവക്കാഡോസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവക്കാഡോസ് നല്ല പഴുത്ത അവക്കാഡോ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അധികം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോസ്റ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പോൾ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത അവക്കാഡോ ആണ്. ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് പഴുത്തിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഞാനിത് ഈ ടോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോക്കി പഴുത്ത അവക്കാഡോ നോക്കി മേടിച്ചതാണ്. നോർമലി ഞാൻ ഇത്രയും പഴുത്തത് മേടിക്കാറില്ല. ഞാൻ ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അവക്കാഡോസ് ടോസ്റ്റും ഇഷ്ടമാണ്, പക്ഷേ റോ ആയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അവക്കാഡോ. അപ്പോൾ ഒത്തിരി പഴുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് അധികം ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അത് ഒരു മീഡിയം ലെവല് റൈപ്പ് ആവുന്നതാണ് നല്ലത് കഴിക്കാനായിട്ട്. അതിപ്പോൾ ഞാൻ വേറെ റെസിപ്പിയിൽ കാണിക്കാം. ഇപ്പോൾ ഇത് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ടാണെങ്കിൽ അത്യാവശ്യം പഴുത്ത അവക്കാഡോസ് തന്നെ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇങ്ങനെ ഞാൻ 2 അവക്കാഡോസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറീസ്, 2 സ്ട്രോബെറീസ്. എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈവൻ തക്കാളി ആണെങ്കിലും മതി. ഒരു ചെറിയ പാർട്ട് തക്കാളി, ഒരു വലിയ തക്കാളി ആണെങ്കിൽ വളരെ ചെറിയ ഒരു പാർട്ട് മതി. തക്കാളിയുടെ ഒരു 1/4 ഭാഗം മതി. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു നാരങ്ങ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം വലിയൊരു നാരങ്ങയാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ നാരങ്ങയാണുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചെറിയ നാരങ്ങയാണെങ്കിൽ അതിൻ്റെ ഹോൾ ജ്യൂസ് വേണ്ടി വരും. ഇതിപ്പോൾ വലിയ നാരങ്ങയായിട്ട് ഇതിൻ്റെ പകുതി ജ്യൂസ് ഞാൻ എടുക്കുന്നുള്ളൂ. സോ ഞാനിവിടെ വളരെ കുറച്ച് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് എനിക്കിതിൻ്റെ പകുതി ജ്യൂസ് മതിയാവും. പിന്നെ ഉപ്പ്, കുരുമുളക്. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് പെപ്പർ ആണെങ്കിൽ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ബ്രെഡ്. ഞാനിവിടെ 2 സ്ലൈഡ്സ് ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ ഫോർക്കാണ് നല്ലത് സ്പൂണിനേക്കാളും. പിന്നെ ഈ സ്പൂൺ എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഈ ടോസ്റ്റ് ഉണ്ടാക്കാൻ നേരം ഇതിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. ഞാനിത് കുറച്ച് ബട്ടർ എടുത്ത് റൂം ടെമ്പറേച്ചറിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലോട്ട് ടോസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോസ്റ്റിൻ്റെ കൂട്ടുണ്ടാക്കി എടുത്തിട്ട് അതിലോട്ട് ഈ ബട്ടർ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്താൽ മതിയാവും. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ കംപ്ലീറ്റ് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ബ്രെഡ് പെട്ടെന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ ബ്രെഡ് 2 സൈഡും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഈ അവക്കാഡോ ടോസ്റ്റ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് 2 സൈഡും മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ബ്രെഡ് 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത സ്ലൈഡ്സ് ബ്രെഡും ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിനി ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ടുണ്ടാക്കണം. അതിനായിട്ട് ഞാൻ അവക്കാഡോ കട്ട് ചെയ്തെടുക്കുവാണ്. 2ആയിട്ടങ്ങ് കട്ട് ചെയ്യുക. കാരണം നല്ല പഴുത്ത അവക്കാഡോ ആയതുകൊണ്ട് വേണ്ടേ അകത്ത് കണ്ടോ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ വളരെ ഈസി ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അല്ലാന്നുണ്ടെങ്കിൽ അധികം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് കറക്റ്റ് ടോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ കറക്റ്റ് പരുവത്തിനുള്ള അവക്കാഡോ ആണ്. കണ്ടോ, നമുക്കിനി ഇത് സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള ഈ അവക്കാഡോ എല്ലാം ഒരു ബൗളിലോട്ട് മാറ്റാം.
വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ വേറെ നമുക്ക് വേസ്റ്റ് ആയിട്ട് കളയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു തൊലിയിൽ ചേർന്നിരിക്കുന്ന ഈ ഫുൾ പാർട്ടും ഭയങ്കര ന്യൂട്രീഷ്യസും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ കംപ്ലീറ്റ് നമുക്കിങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അവക്കാഡോ എല്ലാം കംപ്ലീറ്റ് ഇതിലോട്ട് അതിൻ്റെ ഫ്ലഷ് കംപ്ലീറ്റ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. എന്നിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രോബെറീസ് ആണ്. സോ ഞാനിത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. ഒത്തിരി വലുതായി പോയി കഴിഞ്ഞാൽ അത് നന്നാവില്ല. കാരണം വായിലൊക്കെ നമ്മളിത് ഈ ടോസ്റ്റ് കഴിക്കുമ്പോൾ ഈ വലിയ പീസായിട്ട് കിടന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതല്ല, ഒരു പീസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇത്രയും ഒരു ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇതിലോട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീര്. ഇതിപ്പോൾ വലിയ നാരങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ എൻ്റെ പകുതി നീരാണ് ആഡ് ചെയ്യുന്നത്. നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം വേണം ഇതിൻ്റെ നീര് ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഈ നാരങ്ങ ഇതിലോട്ടങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ്. ഈ നാരങ്ങയുടെ നീരൊക്കെ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മുടെ അവക്കാഡോസ് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണ്. അപ്പം നാരങ്ങ നീരൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു ഫ്ലേവർ ഉണ്ടാവുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അപ്പോൾ വളരെ കുറച്ച് മതി, കൂടി പോകണ്ട, വളരെ കുറച്ച് ഉപ്പ് മതി. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. ഞാൻ വൈറ്റ് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറച്ച് മതി, ഒരു നുള്ളു മതി, ഒത്തിരി ഒന്നും വേണ്ട, ഒരു നുള്ളു മതി. ഒരുപാടങ്ങ് എരിവായി കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. സ്പൂൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. സോ ഫോർക്കാണ് നല്ലത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി അറിയാമല്ലോ, നമുക്കിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് എടുക്കാനുള്ളതാണ്. സോ അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ വലിയ വലിയ ലംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് സ്മൂത്തായിട്ട് ഇരിക്കണം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് ഉപയോഗിച്ച് എല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ അവക്കാഡോസ് എല്ലാം നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് നോക്കിയ കൺസിസ്റ്റൻസി ഉണ്ടോ? വളരെ സ്മൂത്താണ്, ഒട്ടും ലംസ് ഒന്നുമില്ല. നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും. കുറച്ച് സമയം ഇരിക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ടോസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബട്ടർ റൂം ടെമ്പറേച്ചറിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലോട്ട് ആയിട്ടുണ്ട്. എന്നാലേ നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് ബട്ടർ എടുക്കുക, ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇവൻ നമുക്കും കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അവക്കാഡോ ടോസ്റ്റ്. സോ ഞാനിത് അവക്കാഡോൻ്റെ ടോസ്റ്റ് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണേ. കണ്ടോ, റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വളരെ നല്ല ഒരു ലുക്ക് അപ്പിയറൻസ് തരുന്നുണ്ട് നമ്മുടെ ടോസ്റ്റിന്. അപ്പോൾ നമുക്ക് ഈ ഫുഡൊക്കെ നമ്മൾ പ്രസൻറ്റബിൾ ആയിരിക്കണം, കാണുമ്പോൾ കഴിക്കാൻ തോന്നണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡിൻ്റെ കാര്യത്തിൽ. സോ ഇങ്ങനെ പ്രസൻറ്റബിൾ ആക്കി കഴിഞ്ഞാൽ കുട്ടികളായാലും കഴിച്ചോളും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അടുത്ത ബ്രെഡിലും ടോസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവക്കാഡോ ടോസ്റ്റ് വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അവക്കാഡോ ടോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് സെർവ് ചെയ്യാം. ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് സാൻഡ്വിച്ച് പോലെ സെർവ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിലും സെർവ് ചെയ്യാം. ഇങ്ങനെ സെർവ് ചെയ്യുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്.
കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങളിത് സാൻഡ്വിച്ച് പോലെ സെർവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ കിഡ്സ് ടിഫിൻ ബോക്സിലും കൊടുക്കാൻ പറ്റുന്ന നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അവക്കാഡോ ടോസ്റ്റ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന അവക്കാഡോ ഇതുപോലെ ബൗളിൽ തന്നെ വെച്ചിട്ട് ഒരു ക്ലീൻ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ, ചീത്തയൊന്നും ആയി പോകത്തില്ല. സോ നിങ്ങൾക്ക് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പുതിയ റെസിപ്പി ആയിട്ട് പുതിയ തോട്ട്സുമായിട്ട് ഞാനെത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ.